ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്കിംഗ് ന്യൂസ് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, മാർച്ച് 1 മുതൽ 26 തീയതി വരെ നടന്ന +1 എക്സാമിൻ്റെ റിസൾട്ട് ഡേറ്റ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ ഒരു ദിവസം എന്നാണ് എന്നറിയാനുള്ള ക്യൂരിയോസിറ്റി എല്ലാവർക്കും ഉണ്ട് അല്ലേ? അപ്പോൾ ഇപ്പോഴത്തെ അറിയിപ്പ് പ്രകാരം നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇന്ന് ഉച്ചയ്ക്ക് പ്രഖ്യാപിക്കും എന്നുള്ളതാണ്. ഇനി ഇതിൽ എന്തെങ്കിലും സാങ്കേതിക തടസ്സം വന്നു കഴിഞ്ഞാൽ അത് നാളെ തൊട്ട് മാറ്റിവെക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് പ്രസിദ്ധീകരിച്ചിട്ടില്ല എങ്കിൽ 29-ന്, അതായത് നാളെ ഉറപ്പായിട്ടും നമ്മുടെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് റിസൾട്ട് നോക്കുക എന്നുള്ളതിൻ്റെ ലിങ്ക് മിസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ഇന്റർഫേസിലായിരിക്കും നിങ്ങൾ പോകുക. അപ്പോൾ ഇവിടെ നിങ്ങൾ റോൾ നമ്പർ, അതായത് നമ്മുടെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ 10th റിസൾട്ട് നോക്കിയപ്പോൾ ചെയ്തതുപോലെ തന്നെ. എന്നിട്ട് സബ്മിറ്റും കൂടെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളെ ആ ഒരു ഇന്റർഫേസിൽ നിങ്ങളെ റിസൾട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റിസൾട്ട് നോക്കേണ്ടതും അതുപോലെ തന്നെ ഡേറ്റിൻ്റെ കാര്യവും. ഇപ്പോൾ ഒരു ക്ലിയറൻസ് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ +1 ആണ്, അപ്പോൾ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. മാർക്ക് കുറഞ്ഞു പോയി എന്നൊക്കെ തോന്നുന്നവരാണ് എങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ചാൻസ് ഉണ്ട്. 3 വിഷയം വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ കഴിയുന്നതും എല്ലാവരും മാർക്ക് കുറഞ്ഞ ആ ഒരു 3 സബ്ജക്റ്റ് മാക്സിമം എഴുതുന്നതാണ് നല്ലത്. കാരണം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ ആ സെയിം മാർക്ക് തന്നെയാണ് വരിക. ഓക്കെ, അതുപോലെ തന്നെ മാർക്ക് കൂടി കഴിഞ്ഞാൽ നമുക്ക് പെർസെൻറ്റേജിൽ വളരെയധികം വ്യത്യാസം കാണുകയും ചെയ്യും. അതുപോലെ അത് നമ്മളെ എന്താണ് +2 നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ മാക്സിമം എല്ലാവരും ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ എഴുതി പെർസെൻറ്റേജും അതുപോലെ തന്നെ മാർക്കും ഒക്കെ കൂട്ടാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും നല്ല റിസൾട്ട് ആവട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. ഓക്കെ, താങ്ക്